ഹായ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ വന്ന സമയത്ത് ഒരു വണ്ടി കണ്ടു ഗൈസ്. ഒരു പ്രത്യേക തരം വണ്ടി. ബാറ്റ്മാൻ്റെ പഴയ വണ്ടിയാണോ ഇനി ബാറ്റ്മാൻ കൂട്ടുകാരനെ വല്ലതും പണിത് കൊടുത്ത വണ്ടിയാണോ എന്നറിയില്ല. അതിലിവിടെ ഒരു പന്ത് കേടായിട്ട് കിടക്കണം ഗൈസ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. ഒന്നാമത് ഈ 6 ചക്രത്തിൻ്റെ ലൈസൻസ് ഒന്നും നമുക്കില്ല. എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. മോക്ഷണമൊന്നുമല്ല, പിന്നെ മേം അത്രക്കാരി നഹി ഹേ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണമെന്നുള്ളൂ. ഞാനിവിടെ കൊണ്ടിടും. ഈ വഴി നിൽക്കുന്നുണ്ട് കേട്ടോ. അതെന്ത് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്. മൈൻഡ് ചെയ്യണ്ട. അടി കൂടെ പോവാം. ഒത്തിരി പാടാണല്ലോ. 6 ചക്രമൊക്കെ ഉണ്ടെങ്കിലേ കാണാൻ കുറച്ച് പാടാട്ടാ. അല്ലെങ്കിൽ ഈ വണ്ടി നമുക്കൊന്ന് എടുക്കാമല്ലോ. അത്യാവശ്യം കുറച്ച് ടൈറ്റാണ് ഫണ്ട്. റോൾ ചെയ്യാനുമില്ല. അണ്ണനുണ്ട്, അണ്ണനൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കണോ? റണ്ണിങ് എന്തോ പ്രശ്നമുണ്ടല്ലോ ഗൈസ്. ഈ വണ്ടിക്ക് 3 ഗിയറുള്ളൂ ഗൈസ്. 3 എന്ന് പറഞ്ഞാൽ മൂഞ്ചുന്നല്ലേ? അറിയില്ല ഗൈസ്, മിക്കവാറും മൂഞ്ചും. ഇതൊരു അണ്ണനെ വിളിച്ചു നോക്കാം. ഹലോ എന്തുമുത്തേ പറോ അണ്ണാ. അതെ, ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. ഹലോ, നീ മോഷണം തുടങ്ങിയ വീണ്ടും? ഇല്ലണ്ണ, അങ്ങനെയല്ല. ഞാൻ മോഷ്ടിക്കാനൊന്നല്ല. നമ്മൾ ബീച്ചിന് അവിടെ കണ്ടിട്ടില്ലേ ഒരു വണ്ടി? ഈ ബാറ്റ്മാനിലെ കണ്ടിട്ടില്ലേ? ഏതാണ്ട് F1 ആണോ? F1 വണ്ടിയാണോ? F1 സിഫൺ ഒന്നും എനിക്കറിയില്ലാണ്. സാധനം കൊണ്ടുവരാ അണ്ണാ. ഇവിടെ ഇല്ലേ വർക്ക്ഷോപ്പിലില്ലേ? വർക്ക്ഷോപ്പിലുണ്ട്. ഇങ്ങനത്തെ കാര്യമൊക്കെ നീ എൻ്റെ നമ്പറിൽ വിളിക്കല്ലേ, ട്രാക്ക് ചെയ്യില്ലേ? എന്നാ അതൊന്നും കുഴപ്പമില്ലണ്ണ. ആരും ഇതൊക്കെ നോക്കണ്. ഞാൻ വണ്ടി എന്തായാലും കൊണ്ടുവരണ. അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇവിടെ പ്രശ്നമൊന്നുമില്ല. നീ കൊണ്ടുപോവാ, സാധനം കൊണ്ടുപോവാ. നമുക്ക് നോക്കാം. ശരിയാണ്, ഇപ്പോൾ വരാം. ഗൈസ്, നമ്മുടെ അണ്ണൻ പറഞ്ഞു വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇടാ, ഒന്നാമത് അടിച്ചു മാറ്റിയ വണ്ടിയാണ്, ഓടിക്കാനും കിട്ടണില്ല. ഗൈസ്, അണ്ണൻ പറഞ്ഞെന്താണെന്ന് വെച്ചാലേ വണ്ടി കൊണ്ടുപോയി പൊളിക്കാൻ പറ്റുമോ നോക്കാമെന്നാണ്. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ ഗൈസ്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ വണ്ടിക്ക് എത്ര കിട്ടുമായിരിക്കും? നാട്ടിലേക്കോ? ഓ പറ്റില്ല ഗൈസ്. നാട്ടിലേക്ക് നമ്മൾ തന്നെ എങ്ങനെ കിടക്കുമെന്നാണ് ആലോചിച്ചത്. നാട്ടിൽ വണ്ടി കൊണ്ടുവരുന്നത് കിലോമീറ്റർ ഉണ്ട് ഗൈസ്. 150 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇത് F1 ആയതുകൊണ്ട് നമ്മൾ അത്യാവശ്യം സ്പീഡിലെത്തും. ഇപ്പം നാട്ടിലൊക്കെ ഇത് കൊണ്ടുപോയിട്ട് എങ്ങനെ ഓടിക്കണ്ട? വീണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ എങ്ങനെ അത് കൊണ്ടുപോകും? ഇത് ചവിട്ടിയാൽ പോകണമെന്ന് കണ്ടില്ല, 200ലേക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ സാധാ നമ്മുടെ വണ്ടികളൊക്കെ പിന്നെ അല്ല. പോലീസോ? ഉണ്ട്. പോലീസില്ലാത്ത സ്ഥലമുണ്ടോ? അമ്മമാരെന്ത് സംഭവം എന്ന് വെച്ചാലേ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് നടക്കുക. കോപ്പെന്ന് പറഞ്ഞാൽ മറ്റത് പോലീസിനെ വേഷത്തിൽ വിളിച്ചാന്ന് വിചാരിക്കില്ലേ? അവന്മാർ റൈസിംഗ് വണ്ടികളിലാണ് നടക്കുക. വന്ന് ബ്ലോക്ക് ഇടുമ്പോഴാണ് നമ്മൾ കാര്യം അറിയും. വിഷയമില്ല. നമുക്ക് കുറച്ച് നാളായി ഇവിടെ. എന്തായാലും ഈ പരിപാടി നമ്മുടെ സ്ഥിരം പരിപാടി ഒന്നുമല്ല. പിന്നെ നമ്മളൊരു റൈസറാണ്, സ്ട്രീറ്റ് റൈസറാണ്. വണ്ടിയുടെ ബീച്ചിൽ വെറുതെ ഇങ്ങനെ കളഞ്ഞു കിടക്കണേ തുരുമ്പെടുത്ത് പോകണ്ട വെള്ളത്തിലൊക്കെയാണ്. ആ ഒരു മനസ്താപത്തിലാണ്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നു. ആണോ? എന്തായി? എന്ത് ഇവിടെ മോനെ പെട്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഒരു റോബോട്ട് പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലടോ അവൻ ട്രാക്ക് ചെയ്യണ്ടാവുന്നു. ആണ് നിങ്ങൾ എന്താണ് പറയണത്? അവനെങ്ങനെ നിങ്ങൾ ട്രാക്ക് ചെയ്യണം? കഴിഞ്ഞ ആഴ്ച അവൻ ഇതേപോലെ ഒരു പരിപാടി ചെയ്തോ. എൻ്റെ ഫോൺ അവനൊന്ന് മേടിച്ചായിരുന്നു. എന്ത് കൊണ്ടാൻ വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. പോലീസ് ഇവിടെ തപ്പി വരുന്നുണ്ട്. നീ എന്തായാലും ഇവിടെ വരണ്ട കേട്ടോ. പ്ലാൻ മാറ്റിക്കോ. നിങ്ങൾ ശരിക്കും ഞാൻ വിളിക്കണം, റോബോട്ടിനെ വിളിക്കണ. നീ സ്കോപ്പിനെ വിളിക്കണ്ട. നീ വണ്ടി എടുത്ത് മാറ്റിക്കോ. ഇവിടെ കൊണ്ടുവരണ്ട നീ. മറ്റേ നമ്മുടെ സൗത്ത് ബീച്ചിൻ്റെ അടിയിൽ കൊണ്ട് ഇട്ടിട്ട് പോരെ. പിന്നെ വരെ നോക്കാം അതിനെക്കുറിച്ച്. പോലീസ് നമ്മുടെ നാട് പോലെ കേട്ടോ. വിഷയമാണ് ഇവിടെ.
അത് നിങ്ങൾ പറഞ്ഞ ശരി, അത് നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തായാലും വണ്ടി മാറ്റണം ഗൈസ്. നമ്മൾ ചെറുതായിട്ട് പെട്ടു ഗൈസ്. അണ്ണൻ പറഞ്ഞു വെച്ച് നോക്കുവാണെങ്കിൽ പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. അണ്ണൻ ചെറിയ ടൈപ്പ് പരിപാടിയൊക്കെ ഉള്ള ആളാണ്. ഒറ്റ പൊന്നു മോനെ, ഇതൊക്കെ എൻ്റെ തലയിൽ വരും ഇനി. ഇലക്ട്രിക് പോസ്റ്റ് അല്ലേ മറന്നത്? സിറ്റി വഴി പോയാൽ കുറച്ച് വിഷയം ഗൈസ്. സബ് റോട്ടിൽ പ്രകാരം ടൗണിൽ അവിടെ ചെക്കിങ് എപ്പോഴും നിൽക്കാറുണ്ട്. അവിടെ ജംഗ്ഷൻ ഇവന്മാർ പോലീസായിട്ട് നല്ല കൈസ് നിൽക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഇതാരാ? ഒരു സുന്ദരൻ്റെ ഇവിടെ അല്ലേ ഇത്? കയറാൻ സമയമില്ല. പിന്നെ വരാ സുന്ദരനാ നമ്മുടെ ഒരു ഗിഡിയ കൈസ്. അവൻ്റെ അടുത്തൊന്നും മാറ്റി മാറ്റേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഡീസൻ്റ് ആണേ. അങ്ങനല്ല വഴി കയറി കൈസ്. മണ്ണിക്കൂടെ വണ്ടി ഓടുന്നത് കൈസ്. ബാറ്റ്മാനല്ലേ ആള്. ഓ ഹലോ അത് മോന് വരുമ്പോഴേ കുറച്ച് അരിയൊക്കെ മേടിക്കണം. റേഷൻ കടയിലെ പോണെന്ന്. റേഷൻ കടയിലോ? എന്തമ്മാ നിങ്ങൾ പറയണത്? റേഷൻ കടയ്ക്കൊന്നും ഞാനില്ല. ഇവിടെ ഞാൻ കുറച്ച് തിരക്കിലാന്ന്. കോൺസെൻട്രേഷൻ പോണം എൻ്റെ. മോന് ശരി എന്നാ വർക്കിലാണെങ്കിൽ ഞാൻ വയ്ക്കോട്ടോ. ഓ ശരി നോക്ക്. റേഷൻ കടയിൽ പോകാനൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. ഈ അമേരിക്കയിൽ ഞാൻ ഏത് റേഷൻ കടയിൽ പോകാനാണ്? സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ. ബാക്കിൽ കണ്ടങ്ങനെ അത് മറ്റവരുടെ ടീമാണോ? സംഭവം പെട്ട് കേസ്. വണ്ടി മണ്ണിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ തിരിഞ്ഞെടുത്ത് കയറി. ബാറ്റ്മാൻ്റെ ഗഡികൾ കുറച്ച് വിഷയമാണ്. ബാറ്റ്മാൻ്റെ കോട്ടയാണിത്. നമ്മൾ പെട്ടു ഗൈസ്. എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല ഗൈസ്. എന്തായാലും പോലീസ് സ്റ്റേഷൻ കയറിയപ്പോൾ നാട്ടു വരുമ്പോൾ ബാക്കില്ല ഗൈസ്. ധൈര്യമായിരിക്കണോ ഗൈസ്? നിങ്ങളെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഗൈസ്. നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ ധൈര്യം. പക്ഷെ നമുക്ക് ഇവിടുന്നൊരു 10 കിലോമീറ്റർ മാറി ഒരു ഒറ്റപ്പെട്ട സ്ഥലമുണ്ട് ഗൈസ്. അവിടെ നമുക്ക് വണ്ടി കൊണ്ടുപോയി നല്ല ഗൈസ്. ഇതെങ്ങനെയുണ്ട് ഗൈസ്? ഇതാകുമ്പോൾ ആൾക്കാർ ഷോയ്ക്ക് ഇട്ടതാണെന്ന് വിചാരിക്കുള്ളൂ. നമുക്ക് ഇവിടുന്ന് മെല്ലെ ഇറങ്ങി രക്ഷപ്പെടാം ഗൈസ്. അതായിരിക്കും നല്ല ഐഡിയ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ സ്ട്രീം ഇഷ്ടമായിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഗൈസ്. പുതിയ കണ്ടൻറ്റുമായിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. Do share to your friends. Do subscribe. Show some hearts. Thank you guys. See you tomorrow.